ഹായ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ബെഡ്റൂമുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെക്കൻഡ് പാർട്ടും കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ. ബാക്കിയൊക്കെ നമ്മളെ പഴയ ആദ്യം വന്നതിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളെല്ലാവരും. അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് കണ്ടാലോ. മേജർ ബെഡ്റൂമാണ് കേട്ടോ. ഇതിൻ്റെ ഡോർ ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോർ പിന്നെ വാൾഡ്രോബാണ് ഇത്. ഒരു 3 ഡോർ ആയിട്ടുള്ള വാൾഡ്രോബും ഒരു റീഡിങ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വാൾഡ്രോബാണ് നമ്മുടെ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ സെയിം ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. 6x4 ടൈലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സീലിംഗ് നമ്മൾ സിമ്പിളായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒക്കെ സിമ്പിളായിട്ടുള്ള വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കർട്ടൻ നമ്മൾ പിന്നെ ബെഡ്റൂമുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് സീബ്രയാണ് കേട്ടോ. സീബ്ര ബ്ലൈൻഡാണ് കൊടുത്തിട്ടുള്ളത് കർട്ടനുകൾ. അതുപോലെ ഇതിൻ്റെ കട്ടിൽ നമ്മൾ അതുപോലെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇൻറ്റീരിയർ വർക്കേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കട്ടിൽ ഒക്കെ സൈഡ് ബോക്സ് ഒക്കെ കൊടുത്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വാള് നമ്മൾ ഹെഡ് റെസ്റ്റ് നമ്മൾ ഫുള്ള് വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാൾ പേപ്പർ കൊടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വാളിലുള്ള ഒരു ലൈറ്റും കൂടെ ഉണ്ട്. ഇതാണ് വാൾ പേപ്പറും കൊടുത്ത് ആ വാളുമ്പോൾ തന്നെ നമ്മളൊരു നല്ലൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾക്ക് ഒരു ഡ്രസ്സിങ് യൂണിറ്റും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് യൂണിറ്റാണ് ഇത്. ഈ ഡ്രസ്സിങ് യൂണിറ്റിൽ നമ്മൾ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, മിററൊക്കെ കൊടുത്തിട്ട് അതിനൊരു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ബാത്റൂം, ഈ ബാത്റൂം നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും ഇതൊരു വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ സെറ്റപ്പുകളും കൂടി അത്യാവശ്യം സ്പേസുള്ള ഒരു ബാത്റൂമായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോറ് ഇതുപോലത്തെ ഡോറാണ്. ക്വാളിറ്റിയുള്ള ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് മേജർ ബെഡ്റൂമിൻ്റെ ഇത്. അതുപോലെ തന്നെ ഇതിൽ ഒരു സ്റ്റോറേജും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഈ ബെഡുകൾ, തലയണകൾ, വലിയ വലിയ കമ്പിളികൾ ഒക്കെ വെക്കാനും, അതുപോലെ ഈ ഇവിടെ നല്ല തണുപ്പുള്ള ഏരിയ അല്ലേ, അപ്പോൾ നമ്മൾക്ക് സാധാ കമ്പിളികളൊന്നും മതിയാവില്ല, ബെഡ്ഷീറ്റുകളും. അപ്പോൾ
അങ്ങനെയുള്ള ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ബെഡ്റൂം. അടുത്തത് നമുക്ക് കാണാം. വാൾപേപ്പറും കർട്ടനുകളും ബാത്റൂം ഡോറുകളൊക്കെ ചെയ്ത ഡ്രീം ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് കേട്ടോ. ഒരു മോഡ ബെഡ്റൂമാണ് കേട്ടോ. ഇതിൻ്റെ ഡോറ് തന്നെയാണ്. ഇത് അതേ സെയിം ഡോർ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ട്. 4 ബെഡ്റൂമുകളിൽ 4നും നമ്മൾ സെയിം ഡോറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സീലിങ്ങും നല്ല സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സീലിംഗാണ് നമ്മളത് കേട്ടോ. ഇതിന് അതുപോലെ ഇതിൻ്റെ 3 ഡോർ വാൾഡ്രോബ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വാൾഡ്രോബ് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ. നമ്മളെ തീമേ അതാണ്, ഗ്രേ ആൻഡ് വൈറ്റ്. അപ്പം വാൾഡ്രോബുകളൊക്കെ ഗ്രേ ആൻഡ് വൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ജനലുകളും വിൻഡോസും നമ്മൾ സീബ്ര ബ്ലൈൻഡാണ് കൊടുത്തിട്ടുള്ളത്, കർട്ടനൊക്കെ കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റിലും 2 സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിനും സീബ്ര ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഒരു കിങ് സൈസ് അല്ല, ക്യൂൺ സൈസ് ആണ് കേട്ടോ ഇതിൻ്റെ ബെഡ് കോട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മേജർ ബെഡ്റൂമിൽ കിങ് സൈസ് ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് റെസ്റ്റും നമ്മൾ ഹെഡ് റെസ്റ്റിലുള്ള വാളും നമ്മൾ വാൾപേപ്പർ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു നല്ലൊരു ലൈറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബാത്റൂമും നല്ല സ്പേസസ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഡോർ ഈ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ബാത്റൂം നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്യൂട്ടായിട്ടാണ് നമ്മൾ ഇതിന് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് ഒരു ചെറിയ വാഷ് ബേസിന് കാര്യങ്ങളൊക്കെ എല്ലാ ബാത്റൂമിലും അങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മിക്സറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് എല്ലാ ബാത്റൂമിലും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഉള്ളൂ. ഇതിന് ഡ്രസ്സിങ് ഏരിയ നമ്മൾ ചെയ്തിട്ടില്ല. ഇനിയുള്ളത് 2 ബെഡ്റൂമുകൾ മുകളിലാണ്. നമുക്ക് അതും കൂടി കാണാം. സ്റ്റെയർ കേസ് തുടങ്ങുന്നത് വുഡും ജിയയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ നമ്മളായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചത് കേട്ടോ. ഈ ഒരു മോഡൽ വേണമെന്ന് പറഞ്ഞിട്ട് വുഡിൻ്റെ കൈ കൊടുത്തിട്ട് നമ്മൾ സ്റ്റെപ്പുകൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ സ്റ്റെയർ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റ്സ് നല്ല ഹൈറ്റ് ഉള്ള ഒരു ഫ്ലവർ പോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്മേലുള്ള ഒരു വാള് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് വാൾപേപ്പർ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വിൻഡോ നമ്മൾ കർട്ടൻ കൊടുത്തിട്ടുള്ളത് റോമൻ ബ്ലൈൻഡാണ്. റോമൻ ബ്ലൈൻഡ് കൊടുത്ത് വാളൊക്കെ വാൾപേപ്പർ കൊടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ വാളിന് നമ്മൾ പർഗോള കൊടുത്തിട്ടാണ് കേട്ടോ. ഈ പർഗോളയിലൊക്കെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പോട്ട് കൊടുത്തിട്ട് ഡിസൈൻ ആയിട്ടുള്ള പോട്ട് കൊടുത്ത് അതിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാം. പിന്നെ ഏതാണെന്ന് 2 ബിഗോണിയാണ്, 2 ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്ലാന്റ്സിൻ്റെ പേരറിയില്ല. അതാണ് ഈ പർഗോളയിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്റ്റെയർ നമ്മൾ വന്ന് ഒരു ലാൻഡിങ് ചെയ്തിട്ടാണ് കേട്ടോ അടുത്ത മുകളിലേക്ക് കയറുന്ന ഒരു സ്റ്റെപ്പ് ഉള്ളത്. താഴെ വന്ന് ലാൻഡ് ചെയ്ത് പിന്നെ നമ്മൾ മുകളിലേക്ക് കയറുന്ന ഒരു സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡബിൾ ഹൈറ്റ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഡബിൾ ഹൈറ്റിൽ നമ്മൾ നല്ല ഒരു ഹാങ്ങിങ് ലൈറ്റ്, വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡിസൈനായിട്ടുള്ള നമ്മളെ ഒരു സീലിംഗ് നല്ല റൗണ്ടായിട്ട് ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ സ്റ്റെയർ കേസുകൾ. ലിവിങ് പറഞ്ഞാൽ മുകളിലുള്ള ലിവിങ് ഹാള്. ഈ ഹാളിൻ്റെ സീലിംഗ് നമ്മൾ ഒരു പാർട്ട് കണ്ടല്ലോ നമ്മൾ സ്റ്റെയറിൻ്റെ മുകളിലായിട്ട്. പിന്നെ ഒരു പാർട്ടി ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നേരെയായിട്ടുള്ള ഒരു വാള് കൊടുത്തിട്ട് ഒരു ഡിസൈനായിട്ടുള്ള ഒരു ലൈറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമ്മളൊരു ദീവാനി സെറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പ്ലാന്റ് പോട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേരെന്താ എനിക്കറിയില്ല, നാച്ചുറലാണിത്. വലിയൊരു പോട്ടിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ അയണിങ് ടേബിൾ കൊടുത്തത്. ഫോൾഡിങ് ചെയ്യാൻ പറ്റിയ ഒരു അയണിങ് ടേബിളാണിത്. അതുപോലെ ഒരു അയൺ ബോക്സ് കൊടുക്കാനുള്ള ഒരു സ്റ്റാൻഡും ഇവിടെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാം. ആ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതും നമ്മൾ അതേ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സെയിം ടൈല് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അസർബൻ്റെ 64 ടൈലുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു സൈഡിലായിട്ട് നമ്മൾ സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോർണറായിട്ട്. അപ്പോൾ അതിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കോർണറിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഫാമിലി ലിവിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചതാണ്. അതുപോലെ ഇതിൻ്റെ വാളിൽ നമ്മൾ വലിയൊരു ഗ്ലാസ്സാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇരുന്നാൽ നമുക്ക് ഈ സമയത്ത് കാണില്ല, പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്നാൽ പുറത്തേക്ക് നോക്കിയാൽ ഊട്ടിയിലേക്ക് പോകുന്ന മലയും കാര്യങ്ങളൊക്കെ, നമ്മുടെ സൂചിമല, തവളമല ഒക്കെ കാണാം. അങ്ങനെയുള്ള
സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ സമയമായതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ ഇപ്പോൾ കാണാൻ പറ്റില്ല. പകലിയാളുകളെ അത് അങ്ങനെ ഒരു വീഡിയോ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്താം കേട്ടോ, പകലത്തതും കൂടി. ഇതിന് നമ്മൾ ഒരു ഡിസൈനറായിട്ടുള്ള ഒരു ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മറ്റുള്ള ലൈറ്റുകൾ ഇതിൽ ഓഫാക്കിയാൽ അത് തനിച്ച് ഒരുപാട് ലൈറ്റിൽ എത്തുന്ന ഒരു ഫീലിംഗ് ഉള്ള ഒരു ലൈറ്റാണ്. ഒരു ആർച്ച് പോലെ അല്ലേ, നല്ലൊരു ഡിസൈൻ ആയിട്ടുള്ള ഒരു ലൈറ്റാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഇത് പുറത്തേക്ക് പോകുന്ന പുറത്തുള്ള ബാൽക്കണിക്കുള്ള ഡോർ ഇതാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമ്മൾ വാഷ് ബേസിനല്ല വാഷിംഗ് മെഷീൻ വെച്ച ഒരു ഏരിയയാണ് കേട്ടോ. ഇവിടെ രാത്രി ആയതുകൊണ്ട് മാത്രമല്ല നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റിയൊരു രൂപത്തിൽ ചെയ്തിട്ടാണ്. ഇവിടെ നിന്നാലും നമുക്ക് അതുപോലെ തന്നെ ഊട്ടിമലയും കാര്യങ്ങളൊക്കെ കാണാം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഈ ഫാമിലി ലിവിങ്ങിൽ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് പുറത്ത് ഊട്ടിമലയൊക്കെ കാണാം കേട്ടോ. ഇവിടെ പകൽ ഇരുന്നാലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അതിലിൻ്റെ ബെഡ്റൂമാണ് കേട്ടോ, അപ്സ്റ്റെയറിലാണ്. ഡ്രസ്സിങ് ഏരിയയാണ് ഇതിൻ്റെ. ബേ വിൻഡോ, ബേവിൻ്റെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതൊന്നും ഇങ്ങനെ നോക്കാം നമുക്ക്. വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ. ഇന്ന് നമ്മൾ നേരെ കയറുന്ന ഒരു വലിയൊരു ബെഡ്റൂം തന്നെ കേട്ടോ. ഇതിൻ്റെ ഡോറ് താഴെ കണ്ട നമ്മൾ അതേ സെയിം ഡോറാണ് കേട്ടോ. നമ്മൾ 4 ഡോറും സെയിം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ വലിയൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ സീലിംഗ് വർക്ക് ഇതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ചെയ്തിരിക്കുകയാണ്. പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിന് അതുപോലെ കിങ് സൈസ് ആയിട്ടുള്ള ഒരു ബെഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. കിങ് സൈസ് ബെഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ 2 ബോക്സും കൊടുത്തിട്ടുണ്ട്. സൈഡ് ബോക്സ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ബോക്സും അതുപോലെ ഇതിൻ്റെ വാള് ഹെഡ് റെസ്റ്റ് വാള് നമ്മൾ വാൾപേപ്പർ കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. 2 വിൻഡോയും ഉണ്ട് ഇതിന്, സൈഡ് വിൻഡോ ഓരോ ഇതുള്ള. അത് നമ്മൾ കൊടുത്തിട്ടുള്ളത് സീബ്ര പ്ലേറ്റ് തന്നെയാണ്. അതുപോലെ അതുപോലെ ഒരു ലൈറ്റും, ഒരു ഹാങ്ങിങ് ആയിട്ട് തോന്നുന്ന ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫുള്ളി ഗ്രേ ആൻഡ് വൈറ്റ് തീം തന്നെയാണ് ഈ ബെഡ്റൂമും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. വിൻഡോ അതുപോലെ
ഈ സീബ്ര ലൈറ്റ് ഈ കർട്ടൻ ഇങ്ങനെ ശ്രദ്ധിച്ച ഇത് ഗ്ലാസ് ആണ് കേട്ടോ. ഈ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്. കണ്ടോ, ഈ വിൻഡോസ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതിൻ്റെ പകലായുള്ള ഒരു സീനും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ വാൾഡ്രോബ് 3 ഡോർ ആയിട്ടുള്ള വാൾഡ്രോബാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു റീഡിങ് ഏരിയ ഉണ്ട് ഇതിന്. നമ്മൾ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യണമെങ്കിലും ഇതിനൊക്കെ റീഡിങ് ഏരിയ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാൾഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു പർഗോള മോഡൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസൈനറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ വെക്കാം. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതിനും ഒരു സ്റ്റോറേജ് ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലും നമ്മുടെ ബെഡുകളോ ബെഡ്ഷീറ്റുകളോ കാലം കൂടിയ സംഗതികളൊക്കെ വെക്കാൻ നല്ല സ്റ്റോറേജ് ഏരിയ ഉള്ള സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്തിട്ട്. ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ടാവും, മിറർ കൊടുത്ത് അതുപോലെ സൈഡിൽ ഇതുപോലെ നമ്മളെ സ്പ്രേയും എല്ലാ കാര്യങ്ങളും കൊടുക്കണ മാതിരി കൊടുത്ത് സ്റ്റോറേജൊക്കെ കൊടുത്ത് ഉള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റാണ് കേട്ടോ ഇത്. അതുപോലെ ഇതിനും നമ്മൾ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സെയിം ഇത് ബാത്റൂമിൻ്റെ ഡോറ് തന്നെയാണ്. സെയിം ആയിട്ട് നല്ല സ്പേസിലാണ് കേട്ടോ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇതായിട്ടും ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലോസറ്റ് ആയിട്ടും വാഷ് ബേസിനും മിക്സറും എല്ലാ സെറ്റപ്പോടും കൂടി തന്നെയാണ്. ഇതും നല്ലൊരു സ്പേസസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഇത്രയാണ് ഈ ഒരു ബെഡ്റൂമിനും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇതൊരു വലിയ ഇതിൻ്റെയും ടൈല് സെയിം ടൈലാണ് കേട്ടോ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കളർ തീമും നമ്മൾ സെയിം കളർ തീമിലാണ്, ഗ്രേ ആൻഡ് വൈറ്റ് തീമിൽ തന്നെയാണ് നമ്മൾ എല്ലാതും ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളൊരു ബെഡ്റൂമാണ്. വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഇതും സെയിം ഡോറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഗസ്റ്റ് റൂമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗസ്റ്റ് റൂമോ ആയിട്ട്. പിന്നെ ഒരു 3 ഡോറാണ് കേട്ടോ ഇതിൻ്റെ വാൾഡ്രോബ് കൊടുത്തിട്ടുള്ളത്. 3 ഡോർ വാൾഡ്രോബാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗ് വർക്ക് നമ്മൾ അതുപോലെ സിമ്പിളായിട്ട് പ്രൊഫൈലായിട്ട് കൊടുത്തിട്ട് സീലിംഗ് വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു സീബ്ര ബ്ലൈൻഡ് തന്നെയാണ് ഇതിൻ്റെ വിൻഡോക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ടീഫോൺ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിൽ നമ്മൾ സാധാരണ പഴയ കട്ടിൽ ഇതിൽ കൊടുത്തിട്ടാണ് കേട്ടോ. വലിയൊരു കട്ടിലുണ്ടായിരുന്നു, 6x4 ക്യൂൺ സൈസ്. അപ്പം അത് ഇവിടെ യൂസ് ചെയ്തതാണ്, 6x5. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊരു
ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് കേട്ടോ. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഡോർ ഡിസൈൻ ഇതാണ്. ഇത് വലിയൊരു സ്പേസസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ. ഇതിൻ്റെ ബാത്റൂമിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. സ്യൂട്ടാണ് ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ക്ലോസറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാഷ് ബേസിനും എല്ലാതും ഉള്ള ഒരു നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇതും. അതുപോലെ ഇതിന് നമുക്ക് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ബെഡ്റൂമും കൂടി. പിന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് കാണാം, ബാൽക്കണിയും കൂടി. മെഷീനും കാര്യങ്ങളൊക്കെ വെച്ച സ്ഥലമാണ് കേട്ടത്. ഇതുണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു വൈബാണ്. ഇത് നമ്മളെ ബാൽക്കണി കേട്ടോ. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. എന്തെങ്കിലും ഒരു പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചെയറൊക്കെ ഇട്ടിരുന്നിട്ട് ഇത് ചെയ്യാം. പിന്നെ പുറത്തുള്ള നല്ല വൈബാണ് കാണാൻ. ഇവിടെ നിന്നാലും നമ്മൾക്ക് ഊട്ടിയിലേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ നന്നായിട്ട് കാണാം. ലൈറ്റും കാര്യങ്ങളൊക്കെ. സൂചിമരയാണ് കാണുന്നത്. കയറുന്നത് നമ്മളെ ബാൽക്കണിക്കാണ് കേട്ടോ. ഇതാണ് ബാൽക്കണി. ബാൽക്കണി നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക്. ഇനി എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ ഇതും നമ്മൾ സ്ട്രക്ചർ പെയിൻറ്റിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സെയിം നമ്മളെ മതിലും ഫ്രണ്ടിലുള്ള ഇതിലൊക്കെ കൊടുത്ത അതേ സ്ട്രക്ചർ പെയിൻറ്റ് നമ്മൾ ഇതിലും വന്നിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ടൈലും നമ്മൾ അതേ ഇതാണ് കൊടുത്തിട്ടുള്ളത്. 64 അസർവ. ഇതിൻ്റെ ഡോർ ഡിസൈനിങ് ഇതാണ്. താഴത്തുനിന്ന് ചെറിയൊരു ഡിഫറൻറ്റ് വരുത്തിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ചെറിയ ഹാൻഡിലൊക്കെ ആയിട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് തന്നെ ചെറിയ ഹാൻഡിലായിട്ട് നമ്മളെ ഡോർ. ഇതും തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഡോറുകളൊക്കെ. ഇതിൽ നമ്മൾ ഒരു റൗണ്ട് ഇത് സീറ്റർ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ആയിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഇടാനും എന്തെങ്കിലും ഫങ്ഷൻ നടക്കുമ്പോഴൊക്കെ ഇവിടെ ഇട്ടിട്ട് 2 ചെയർ ഇട്ടാൽ നമുക്ക് ഒരു ടീയോ ഒക്കെ കഴിക്കാനും ഇതിനൊക്കെ ഒരിതുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഒരു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാളും കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അതേപോലെ തന്നെ ഗ്രേ കളറിലുള്ള നമ്മളെ മതിലിലും എല്ലാത്തിലും സെയിം കളറായിട്ട് പോകുന്ന ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇത്രയേ ഉള്ളൂ ഈ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള നമ്മളെ സെറ്റപ്പ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയേണ്ടതോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കട്ടോ. ഇതിൻ്റെ എൻജിനീയേഴ്സും ഒക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അതിന് നിങ്ങൾക്ക് വീട് കിട്ടുന്നവരുണ്ടാകാം. ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും അറിയണമെങ്കിലൊക്കെ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഞങ്ങൾ അതിനുള്ള മറുപടി തരും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ ഓക്കെ.